നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏറ്റവും ശുചിത്വമുള്ള നഗരമായി കോഴിക്കോടിനെ മാറ്റണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ അട്ടക്കുണ്ട് പാലം മേനോത്ത് താഴെ റോഡ് നാടിന് സമർപ്പിച്ചു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരികയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 40ാം വാർഷികാഘോഷ നിറവിൽ. പരിപാടികൾ ഫെബ്രുവരി 29 മുതൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സുരക്ഷിത നഗരം എന്ന പേരിനോടൊപ്പം തന്നെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി കോഴിക്കോടിനെ മാറ്റണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. കോഴിക്കോട് ബീച്ചിലെ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റിന്റെ ശിലാസ്ഥാപനവും പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയുടെയും ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെയും സംയുക്ത പദ്ധതിയാണ് ബീച്ചിലെ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ്. 90 അംഗീകൃത കച്ചവടക്കാരെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കുക. 4.6 കോടി രൂപയാണ് ചെലവ്. STP മാതൃകയിൽ പ്രത്യേക ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും സജ്ജീകരിക്കും. ബീച്ചിലെത്തുന്നവർക്കായി ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബീച്ചിലെ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. രാത്രി വൈകുവോളം കച്ചവടം നടത്തുന്ന തൊഴിലാളികൾ ശുചിത്വത്തിന്റെ കാവലാളായി മാറണമെന്ന് മന്ത്രി പറഞ്ഞു. എത്ര ആളുകൾ വന്നാലും നഗരം വൃത്തിയായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനും ഒപ്പം പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളായ തൊഴിലാളികൾക്കും ജനങ്ങൾക്കുമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയുടെ ശുചിത്വത്തിന്റെ കാര്യമാണ്. ഫുഡ് സ്ട്രീറ്റ് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിവിടെ വരും എല്ലാ വൈകുന്നേരങ്ങളിലും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എത്ര ആൾ വന്നാലും ബീച്ച് മാത്രമല്ല നഗരമാകെ പ്രത്യേകിച്ച് ബീച്ച് വൃത്തിയായിരിക്കുന്നു എന്നുറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനും ഒപ്പം ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കളായിട്ടുള്ള തൊഴിലാളികൾക്കും പിന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്കുമുണ്ട്. മേയർ ബീന ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. എളമരം കരീം MP, MLA മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി, സ്ഥിരം സമിതി അംഗങ്ങളായ P ദിവാകരൻ, OP ഷിജിന, ഡോക്ടർ S ജയശ്രീ, PC രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ തീരദേശ റോഡുകളുടെ നിലവാരമുയർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അട്ടക്കുണ്ട് പാലം മേനോത്ത് താഴെ റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLAയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമായതിനാൽ റോഡ് ഉയർത്തി ഇന്റർലോക്ക് വിരിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 36.66 ലക്ഷം ചെലവഴിച്ച് 355 മീറ്റർ നീളമുള്ള റോഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് നിർമ്മിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേവലം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികളും മാത്രം ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ട് വികസനം എന്ന് പറയുന്നത് നാടിൻ്റെ ആകെ ആവശ്യമാണ്. അതിൽ ഞങ്ങളും പങ്കാളികളാകേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല അത് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്തത്.
KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV റീന, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ പുല്ലരൂൽ, വാർഡ് അംഗം T ഗീത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരികയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയിലും ഫലപ്രാപ്തിയിലും കേരളം കാണിക്കുന്ന കാര്യക്ഷമതയിലൂടെ പുതിയ കേരള മോഡലായി മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള കൂട്ടായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു നാടിന്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതി സ്കൂളുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. രാമനാട്ടുകര പ്രദേശത്തിന്റെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് വളരെ മുമ്പ് തന്നെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഈ സ്ഥാപനം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത്ര വലിയ പാരമ്പര്യമാണുള്ളത്. ഇതുപോലുള്ള നിരവധി വിദ്യാലയങ്ങൾ ചേർന്നാണ് ഇന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള മോഡൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരികയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയിലും ഫലപ്രാപ്തിയിലും കേരളം പുലർത്തുന്ന കാര്യക്ഷമത കാരണം ഇത് മറ്റൊരു കേരള മോഡലായി മാറിയിരിക്കുകയാണ്. രാമനാട്ടുകര നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ K സുരേഷ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക N ഷൈജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ റഫീഖ്, ഫറോക്ക് AEO കുഞ്ഞിമൊയ്തീൻകുട്ടി, BPC പ്രമോദ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി വിജയൻ കോതേരി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. മാർച്ച് 2 മുതൽ 4 വരെ കോഴിക്കോട്ട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ മെഹന്തി കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. ചെറുട്ടി റോഡിലെ ഗാന്ധി ഗൃഹത്തിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഹാൾ നിറയെ മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ, എങ്ങും കല്യാണരാവിന്റെ പ്രതീതിയുള്ള അത്തറിന്റെ സുഗന്ധവും. ചെറുട്ടി റോഡിലെ ഗാന്ധി ഗൃഹത്തിലെത്തിയവരെല്ലാം ഒരു വേള പരസ്പരം നോക്കി. ശരിക്കും ഒരു വിവാഹ സൽക്കാരത്തിലേക്കാണോ തങ്ങൾ ചെന്നെത്തിയതെന്ന ചോദ്യത്തോടെ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ നടന്ന മെഹന്തി കോൺടെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും കല്യാണരാവിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൈലാഞ്ചി ചിത്രരചന മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. ഈ ഒരു മത്സരബുദ്ധി നിങ്ങൾക്കെല്ലാ ദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസൻ A അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മൻസൂർ, ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അഫ്സൽ PP, ടീംസ് MD വിനോദ് കുമാർ, COA മേഖലാ പ്രസിഡന്റ് കുറിയേടത്ത് ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർ എല്ലാം നിറപുഞ്ചിരിയോടെ വേദി വിട്ടതോടെ സംഘാടകരുടെ മനസ്സും നിറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ഭഗവത്ഗീത മത്സരം സംഘടിപ്പിച്ചു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഗീതാ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. WIA അംഗങ്ങളും ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭഗവത്ഗീത മത്സരം സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 300ഓളം കുട്ടികൾ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഗീതാ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ലക്ഷ്മി ശിവകുമാർ, ഗിരിജ മേനോൻ, ഗീതാ കരുണാകരൻ, ഉഷ രവി, ലക്ഷ്മി നന്ദകുമാർ, അരുണ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജയം ഗോപിനാഥ്, ഭദ്രേശ്വരി ശ്രീനിവാസൻ, വത്സല ഗോപി, രമ രാജഗോപാൽ, ആനന്ദവല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോന്നാട് ബീച്ചിനെ ഇരുട്ടിൽ നിന്നും ലഹരി മാഫിയയിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ തീപ്പന്ത പ്രതിഷേധം സംഘടിപ്പിച്ചു. നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് K. ഷൈബു ഉദ്ഘാടനം നിർവഹിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന 2008 സ്ഥാപിച്ച കാസ്റ്റേൺ തൂണുകളിൽ 15 വർഷം കഴിഞ്ഞിട്ടും ലൈറ്റ് ഫിറ്റ് ചെയ്യാത്തത് ലഹരി മാഫിയയെ സഹായിക്കാനാണെന്നും പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഷൈബു ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. കോന്നാട് ബീച്ചിനെ പൊതു അനാശാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചതുപോലെ ചൂലുമായി മഹിളകൾ അധികാരികളുടെ മുന്നിലേക്ക് വെളിച്ചത്തിന് വേണ്ടി സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 15 വർഷക്കാലം ഈ പ്രദേശത്തിന്റെ MLA ആയിരുന്നു പ്രദീപ് കുമാർ. അതിനുശേഷം തോട്ടത്തിൽ രവീന്ദ്രൻ 2.5 വർഷക്കാലമായിട്ട് MLA. പക്ഷേ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി നടപ്പിൽ വരുത്തിയുള്ള ഒരു പദ്ധതി പൂർത്തിയാക്കാൻ ഈ 2 MLA-മാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെസ്റ്റ് ഹിൽ ഏരിയ വൈസ് പ്രസിഡന്റ് TP സജീവ് പ്രസാദ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി സരള മോഹൻദാസ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് N. സുജിത്, ഏരിയ വൈസ് പ്രസിഡന്റ് സോയ അനീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T. വിനോദ്, TD മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. അംബുജാക്ഷി, റാണി രതീഷ്, K. മനോഹർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന വിദ്യാസാരസ്വത മഹായജ്ഞം ഭക്തി നിർഭരമായി. നല്ല വിദ്യാഭ്യാസത്തിനും സൽബുദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുന്ന അർച്ചനയാണ് വിദ്യാസാരസ്വതാർച്ചന. ഓം ഗോവിന്ദായൈ നമഃ. ഓം ഗോമത്യൈ നമഃ. ഓം ശിവായൈ നമഃ. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന വിദ്യാസാരസ്വത മഹായജ്ഞം ഭക്തി നിർഭരമായി. രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച പൂജാതി കർമ്മങ്ങളിൽ വിദ്യാസാരസ്വത മന്ത്രാർച്ചന, മഹാഗായത്രി ഹോമം, വിശേഷ ബുധപൂജ, ബുധശാന്തി ഹോമം എന്നിവ നടന്നു. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ, ഫലപ്രാപ്തി, സ്വഭാവശുദ്ധി, ഐശ്വര്യം എന്നിവ കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുന്നതായ വിദ്യാസാരസ്വതാർച്ചന ക്ഷേത്രത്തിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. ഓരോ മണിക്കൂർ ബാച്ചുകളിലായി നടന്ന വിദ്യാസാരസ്വതാർച്ചന 10:30 മണിയോടെ സമാപിച്ചു. അർച്ചനയിൽ പങ്കെടുത്തവർക്ക് പ്രസാദമായി ജപിച്ച സാരസ്വത ഘൃതം നൽകി. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതായത് പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ മുകളിലുള്ള ഒരു വസ്തുവാണ്. അതായത് എന്താണ് നല്ല വിദ്യ, എന്താണ് വേണ്ടാത്ത വിദ്യ എന്ന് അറിയുന്ന ഒരു കഴിവാണ് പ്രജ്ഞ എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 40ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 29 തുടക്കമാകും. പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ MK രാഘവൻ MP നിർവഹിക്കും. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തും. 1 വർഷം നീളുന്ന പരിപാടികളാണ്
സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മടിത്തട്ടിൽ നിന്നും വളർന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളും അത്യുന്നതങ്ങളായ പദവികൾ അലങ്കരിച്ചു വരികയാണ്. ഈ സ്ഥാപനത്തിന്റെ 40ാം വാർഷികമാണ് കൊണ്ടാടാൻ തീരുമാനിച്ചത്. അത് ഫെബ്രുവരി 29 തൊട്ട് ഡിസംബർ 31 വരെയുള്ള കാലങ്ങളിൽ വിവിധ പരിപാടികളോടെ വിപുലമായ രീതിയിൽ നടത്താനാണ് പരിപാടി. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40ാം വാർഷികാഘോഷത്തിൽ ഉദ്ഘാടന സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി പൂർവാധ്യാപക സംഗമം, മെഡിക്കൽ ക്യാമ്പ്, സയൻസ് എക്സിബിഷൻ, കാർഷിക ഭക്ഷ്യമേളകൾ, സ്പോർട്സ് മീറ്റ്, സാംസ്കാരിക സമ്മേളനം, കലാപഠന ക്യാമ്പ് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. വാർഷികാഘോഷങ്ങളുടെ സമാപനം ഡിസംബർ മാസത്തിൽ നടക്കും. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 29-ന് കോഴിക്കോട് MP MK രാഘവൻ നിർവഹിക്കും. താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയിനുദ്ദീൻ NKAS വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര വിതരണം നടത്തും. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി ലോഗോ പ്രകാശനവും നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലത്ത് ബ്രോഷർ പ്രകാശനവും നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൃഷ്ണദാസ് OP, പ്രിൻസിപ്പൽ N നൌഷാദ്, മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് C മാധവൻ മാസ്റ്റർ, മാനേജർ പൂമംഗലത്ത് അബ്ദുറഹിമാൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പുരുഷു കുട്ടമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ മഹാദേവ കലാകായിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമിതി ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി. 200ഓളം ആളുകൾ പരിശോധനകൾക്ക് വിധേയരായി. ബേപ്പൂർ ശിവപുരി റോഡ് ശ്രീ മഹാദേവ കലാകായിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നടന്നു. MR കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. സമിതി പ്രസിഡന്റ് KP രാജ്കുമാർ, ജനറൽ സെക്രട്ടറി ബിജീഷ് തിരുത്തിയിൽ, P ബാബു, സന്തോഷ് പാമ്പുങ്ങൽ, സനൽ KP, ഷാജു C, രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് ചികിത്സാ കേന്ദ്രം കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭിക്കും. മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട്ട് ആയുർവേദ ചികിത്സാ രംഗത്ത് പുതുതായി യുവ സംരംഭകരും പരിചയസമ്പന്നരുമായ ഡോക്ടർമാരുടെയും ആയുർവേദ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ടൂറിസം ആഗോള സഞ്ചാര മേഖലയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞു. കേരളത്തിൻ്റെ സാധ്യതകളെ ലോകത്താകെ അവതരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് എന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യ വിൽപ്പന മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷിക്ക് നൽകി നിർവഹിച്ചു. പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഖിൽ R കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. മുഖ്യാതിഥിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ G മഞ്ജുശ്രീ ഉപഹാരം നൽകി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി സ്വാഗതവും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് നഗരസഭ ഏഴഴക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചത് അനുസരിച്ച് തികച്ചും പൈതൃക രീതിയിലാണ് പ്രവൃത്തി ആയുർ ഹെറിറ്റേജ് സജ്ജീകരിച്ചിട്ടുള്ളത്. തദ്ദേശവാസികളോടൊപ്പം സ്വദേശ വിദേശ ടൂറിസ്റ്റുകൾക്കും തികച്ചും ആയുർവേദ രീതിയിലുള്ള ചികിത്സാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തരമായിട്ടുള്ള ചികിത്സകൾ, യോഗ, മെഡിറ്റേഷൻ, ഇൻഡിവിജ്വലായിട്ടുള്ള യോഗ ക്ലാസുകൾ, അതുപോലെ തന്നെ ആയുർവേദത്തിലുള്ള സൗന്ദര്യവർദ്ധക ചികിത്സകൾ, സ്കിൻ ആൻഡ് ബ്യൂട്ടി കെയർ ക്ലിനിക്കുകൾ, അതുപോലെ തന്നെ ആയുർവേദ ഗൈനക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം നമ്മൾ പ്രവൃത്തിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ജോലിഭാരം പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ആൾക്കാർക്കുണ്ടാകുന്ന സ്ട്രെസ് മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്പൈൻ, ജോയിന്റ് കെയർ എന്നിങ്ങനെയുള്ള അസ്ഥി സംബന്ധമായിട്ടും ജോയിന്റ് സംബന്ധമായിട്ടുള്ള ഡിസ്ക് എല്ലാത്തിനും സംബന്ധമായിട്ടുള്ള പ്രത്യേക ആയുർവേദ പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുമാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ പുതിയ കേന്ദ്രം നടക്കാവിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരങ്ങളായ മഹിമ നമ്പ്യാരും നീരജ് മാധവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആധുനിക രീതിയിലുള്ള സ്കിൻ ഹെയർ ട്രീറ്റ്മെന്റുകൾ ക്യൂട്ടീസിൽ ലഭിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. കോസ്മെറ്റിക് ക്ലിനിക് രംഗത്ത് പ്രശസ്തിയാർജിച്ച ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ പുതിയ കേന്ദ്രം നടക്കാവ് ഇംഗ്ലീഷ് ചർച്ചിന് സമീപം സിനിമാ താരങ്ങളായ നീരജ് മാധവും മഹിമ നമ്പ്യാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചർമ്മ കേശപരിചരണ രംഗത്ത് ഏറ്റവും മികച്ച നൂതനമായ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ക്യൂട്ടീസ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷജീർ മച്ചിഞ്ചേരി പറഞ്ഞു. ക്യൂട്ടീസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഇത് ഒരിക്കലും ഒരു എമർജൻസി മെഡിസിനോ കാര്യങ്ങളോ അല്ല, നീഡഡ് വേണം എന്ന് തോന്നുന്നവർക്ക് മാത്രം, ഇല്ലെങ്കിൽ അവർക്ക് അവരെ ഭംഗി, ഇല്ലെങ്കിൽ അവർക്ക് അവരെ മുടി എല്ലാം നോക്കണം എന്നുള്ളവർക്ക് മാത്രം ഉള്ള ഒരു സെൻ്ററാണിത്. ബട്ട് അഗെയിൻ ഇതൊരു മെഡിക്കൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം രീതിയിൽ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, ടീം, നഴ്സസ് ഒക്കെ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലൈസ്ഡ് സെൻ്ററാണ് ക്യൂട്ടീസ് ഇന്റർനാഷണൽ. ഇവിടെ ഇപ്പോൾ നടക്കാവിൽ നമ്മൾ പുതിയ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നടക്കാവിൽ ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്നു. അതൊന്ന് റീലൊക്കേറ്റ് ചെയ്ത് NABH ഫോമിൽ ഒരു പ്ലാസ്റ്റിക് സർജറി ഹോസ്പിറ്റൽ പോലെ പ്ലാസ്റ്റിക് സർജറി, മേജർ OT, മൈനർ OT, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സെൻറ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് ഹെയർ കെയർ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളോടെയാണ് ക്യൂട്ടീസ് പുതിയ കേന്ദ്രത്തിലേക്ക് മാറിയത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ലേസർ തെറാപ്പി, സ്കാൾപ്പ് ത്രെഡ്സ്, PRP, GFC, അലോപേഷ്യ, അരിയാട്ട ട്രീറ്റ്മെന്റ് തുടങ്ങിയ കേശപരിചരണ സേവനങ്ങളും ബ്ലൂ ടോണിംഗ്, സ്കിൻ ബൂസ്റ്റർ, ഹൈഡ്രാ ഫേഷ്യൽ, ത്രെഡ്സ് ഫോർ ഫേസ് ലിഫ്റ്റ്, ടാറ്റു റിമൂവൽ, ലേസർ ഹെയർ റിമൂവൽ എന്നിവയും പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ സ്കിൻ കെയർ സേവനങ്ങളും ക്യൂട്ടീസിൽ ലഭ്യമാണ്. NABH മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ക്യൂട്ടീസ് പ്രവർത്തിക്കുന്നത്. 2015 ആരംഭിച്ച ക്യൂട്ടീസ് ഇന്റർനാഷണലിന് തിരുവനന്തപുരം, കൊച്ചി, കോട്ടക്കൽ, ബംഗളൂരു, ഷാർജ, ദുബൈ, UK എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറ്റവും ശുചിത്വമുള്ള നഗരമായി കോഴിക്കോടിനെ മാറ്റണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ അട്ടക്കുണ്ട് പാലം മേനോത്ത് താഴെ റോഡ് നാടിന് സമർപ്പിച്ചു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരികയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 40ാം വാർഷികാഘോഷ നിറവിൽ. പരിപാടികൾ ഫെബ്രുവരി 29 മുതൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.